ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ അച്ചാറാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല സ്വാദിഷ്ടമായ പപ്പായ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറച്ച് ഉലുവ പൊടിച്ചത്, കുറച്ച് കടുക്, കുറച്ച് ഉലുവ, പിന്നെ കുറച്ച് കായം. ഞാനിവിടെ കായത്തിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വിനേഗർ, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിപ്പോ പാന് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അച്ചാറിൽ എപ്പോഴും എണ്ണ കൂടുതലുണ്ടെങ്കിൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇത്തിരി കുറച്ച് തോനെ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായി ഒന്ന് മൂത്ത് വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കായം ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളി ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വിനേഗർ ഒഴിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇതിലേക്ക് മുളക് പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഈ അച്ചാറ് നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ പപ്പായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.